സെക്കൻഡറി ഒന്നാം വർഷ ഫിസിക്സ് പരീക്ഷാ പരിശീലന ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററായ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് സാധാരണ ചോദിക്കുന്ന ചോദ്യം ഒരു ഗ്രാഫ് റിലേറ്റഡ് ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ടൂളായ ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കുന്നു, ഗ്രാഫിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേറൊരു ക്വാണ്ടിറ്റി എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഗ്രാഫിന് രണ്ട് ആക്സിസുകൾ ഉണ്ടാകാം, എക്സ് ആക്സിസും വൈ ആക്സിസും. ഈ വൈ ആക്സിസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നു, എക്സ് ആക്സിസിൽ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി എടുക്കുന്നു. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുകയാണെങ്കിൽ വെലോസിറ്റികൾ വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമാണ് എടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഗ്രാഫ് വരയ്ക്കുമ്പോഴും ജനറലി പൊതുവിൽ പറയാറുള്ള ഒരു റൂള്, ഗ്രാഫിൻ്റെ പേരിൽ നിന്ന് ഏതാണ് ഏത് ആക്സിസിൽ എടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ആദ്യം പറയുന്ന ഈ വെലോസിറ്റി വൈ ആക്സിസിലും രണ്ടാമത് പറയുന്നത് എക്സ് ആക്സിസിലുമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ആദ്യം പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലുമാണ്. അങ്ങനെ ഏത് ഗ്രാഫ് പറഞ്ഞാലും, പ്രഷർ വോളിയം PV ഗ്രാഫ് എന്ന് പറയും, പ്രഷർ വൈ ആക്സിസിലും വോളിയം എക്സ് ആക്സിസിലും. സാധാരണ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, സ്ട്രെസ് എടുക്കുന്നത് വൈ ആക്സിസിലും സ്ട്രെയിൻ എടുക്കുന്നത് എക്സ് ആക്സിസിലുമാണ്. ദാറ്റ് ഈസ് ആദ്യം പറയുന്നത് ക്വാണ്ടിറ്റി വൈ ആക്സിസിലും രണ്ടാമത് പറയുന്ന ക്വാണ്ടിറ്റി സാധാരണ എക്സ് ആക്സിസിലുമാണ് എടുക്കാറുള്ളത്. അതാദ്യം മനസ്സിലാക്കുക, ഒന്നാമത്തെ സംഗതി. അപ്പോൾ വാട്ട് ഈസ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ബൈ ടേക്കിംഗ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ്. വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് എ ഗ്രാഫ് ഡ്രോൺ ബൈ ടേക്കിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വൈ ആക്സിസ്, ആദ്യം പറയുന്നത് അലോങ് വൈ ആക്സിസ്, ദെൻ ടൈം അലോങ് എക്സ് ആക്സിസ്. PV ഡയഗ്രാം, പ്രഷർ അലോങ് വൈ ആക്സിസ് ആൻഡ് വോളിയം അലോങ് എക്സ് ആക്സിസ്. സാധാരണ 99% ഗ്രാഫുകളുടെ പേര് പറയുമ്പോഴും ആദ്യം പറയുന്ന സാധനം വൈ ആക്സിസിലാണ് എടുക്കുന്നത്, രണ്ടാമത് പറയുന്ന സാധനം എക്സ് ആക്സിസിലാണ് എടുക്കുക. അപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് വരയ്ക്കാം, പലതരത്തിലുള്ള ഗ്രാഫുകൾ വരയ്ക്കാം. അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഏതോ എടുത്തോട്ടെ, എക്സും വൈയും കൂടെ ചേർന്നൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ, വൈ ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ എക്സ് ആക്സിൽ ഏത് ക്വാണ്ടിറ്റി ആയിക്കോട്ടെ, ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ മേജർലി നമുക്ക് രണ്ട് രീതിയിൽ ഗ്രാഫ് ഉണ്ടെന്ന് പറയാം. ചിലപ്പോൾ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ചിലപ്പോൾ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്ത ഏതെങ്കിലും ഒരു കർവ് ആയിരിക്കും. ഏതെങ്കിലും ഒരു കർവ് എന്ന് പറയുമ്പോൾ അത് സർക്കിൾ ആവാം, പരാബോളയാകാം, ഹൈപ്പർബോളയാകാം, ഏതെങ്കിലും കോണിക് സെക്ഷനിലുള്ള ഏതെങ്കിലും ഒരു ഷേപ്പ് ആവാം. ഇനി സ്ട്രെയിറ്റ് ലൈൻ ആകുന്ന കേസ് ഒന്ന് പരിശോധിച്ചാൽ, സ്ട്രെയിറ്റ് ലൈൻ ആകുന്ന ഒരു ഗ്രാഫ് കിട്ടിയാൽ ഗ്രാഫിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഗ്രാഫിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുക. ഒന്ന് ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഒരു ഗ്രാഫിൻ്റെ ഓരോ പോയിന്റിലും നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഓരോ പോയിന്റിലും സ്ലോപ്പ് കണ്ടുപിടിക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഏത് പോയിന്റിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചാലും സെയിം ആയിരിക്കും. ഒരു സ്ട്രെയിറ്റ് ലൈനിന് ഒരു സ്ലോപ്പ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഒരു കർവ് ആണെങ്കിൽ ഈ കർവിന് പല സ്ഥലത്തും പല സ്ലോപ്പുകളാണ്. അപ്പോൾ ഒരു ഗ്രാഫ് കർവ് ആണെങ്കിൽ ഏത് പോയിന്റിലെ സ്ലോപ്പ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒറ്റ സ്ലോപ്പേ ഉള്ളൂ. ഇനി ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഒറ്റ സ്ലോപ്പേ ഉള്ളല്ലോ. സ്ട്രെയിറ്റ് ലൈൻ എവിടെ മുതൽ തുടങ്ങാം? ഹൊറിസോണ്ടൽ ലൈൻ മുതൽ സ്ട്രെയിറ്റ് ലൈൻ ഇച്ചിരൂടെ ചരിഞ്ഞ് വെർട്ടിക്കൽ വരെ ആവാം പല ഗ്രാഫുകൾ. ഈ ഹൊറിസോണ്ടൽ ലൈൻ്റെ ഗ്രാഫ് 0 ആണ്. മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഗ്രാഫിൻ്റെ സ്ലോപ്പ് കൂടിക്കൊണ്ടിരിക്കും. വെർട്ടിക്കൽ ലൈൻ ആകുമ്പോൾ ഗ്രാഫിൻ്റെ സ്ലോപ്പ് മാക്സിമം ഇൻഫിനിറ്റി ആവും. ഇനി വെർട്ടിക്കലായ ഗ്രാഫ് ഇങ്ങോട്ട് ചരിഞ്ഞാൽ, ഇടത്തോട്ട് ചരിഞ്ഞാൽ, അതായത് ഒരു ഗ്രാഫ് വെർട്ടിക്കലായതിനു ശേഷം ഇങ്ങനെ ഇടത്തോട്ട് ചരിഞ്ഞാണെങ്കിൽ, ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് നെഗറ്റീവാണ്. അപ്പോൾ മേജർ ആലോചിക്കുക, ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻ്റെ സ്ലോപ്പ് 0 ആണ്. നൂറുന്നതിനനുസരിച്ച് സ്ലോപ്പ് കൂടി വെർട്ടിക്കലാകുമ്പോൾ സ്ലോപ്പ് മാക്സിമം, ഇടത്തോട്ട് ചരിയുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവ് ആകും. ഇനി അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനിന് ഒറ്റ സ്ലോപ്പേ ഉള്ളൂ. ഇനി സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ സ്ലോപ്പ് ഏതിനാ കൂടുതൽ കുറവെന്ന് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഈ ഒരു ലൈനും ഈ രണ്ട് ലൈനുകളിലെ സ്ലോപ്പ് ആർക്കാ കൂടുതലെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം വരച്ച വര ഇങ്ങനെയുള്ള വര, രണ്ടാമത് വരച്ച വര ഇങ്ങനെയുള്ള വര, ഈ രണ്ട് വരകളിൽ എയ്ക്കാണോ ബിക്കാണോ സ്ലോപ്പ് കൂടുതലെന്ന് ചോദിച്ചാൽ ബിക്കാണ് സ്ലോപ്പ് കൂടുതൽ, എയ്ക്ക് സ്ലോപ്പ് കുറവാണ്. അപ്പോൾ ഒരു ഗ്രാഫ് കണ്ടാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടാൽ അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ, ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇനി സ്ട്രെയിറ്റ് ലൈനിന് എല്ലായിടത്തും ഒരേ ഗ്രാഫാണ്. ഗ്രാഫിന് വേറൊരു രീതിയിലും കണ്ടുപിടിക്കാം. ഈ ഗ്രാഫ് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ
അതായത് എക്സ് ആക്സിസ് വരച്ചാൽ അതുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ തീറ്റ, ടാൻ തീറ്റ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ സ്ലോപ്പ്. ടാൻ തീറ്റ ഇത് ഇപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ ഈ തീറ്റ 0 അല്ലേ, അപ്പോൾ ടാൻ തീറ്റ ടാൻ 0 ആണ്, അപ്പോൾ സ്ലോപ്പ് 0 ആണ്. വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ ഈ വരയ്ക്കുന്ന ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 അല്ലേ, ടാൻ 90 ഇൻഫിനിറ്റി ആണ്. ഇങ്ങോട്ട് ചരിഞ്ഞാൽ ഈ ആംഗിൾ 90യെക്കാട്ടി കൂടുതലല്ലേ, ടാൻ 90യെക്കാട്ടി കൂടുതൽ ആംഗിൾ എടുത്താൽ അത് നെഗറ്റീവാണ്. അപ്പോൾ സ്ലോപ്പ് ആർക്കാണ് കൂടുതൽ കുറവെന്ന് കണ്ടെത്താൻ കഴിയണം ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ കേസിൽ. എന്നാൽ ഒരു കർവിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു കർവ് ഉണ്ടെങ്കിൽ ഈ കർവിൻ്റെ കേസിൽ ഓരോ പോയിന്റിലും സ്ലോപ്പ് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പോയിന്റിലെ സ്ലോപ്പ് വളരെ പെട്ടെന്ന് ഏത് പോയിന്റിലാണ് സ്ലോപ്പ് കൂടുതലെന്ന് കണ്ടെത്താൻ ആ പോയിന്റിൽ നിങ്ങളൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ഈ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്, ഈ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരച്ചിട്ടുണ്ട്. ഇതിൽ ഈ ടാൻജൻറ്റ് സ്ട്രെയിറ്റ് ലൈനാണ്, ഈ ടാൻജൻറ്റ് സ്ട്രെയിറ്റ് ലൈനാണ്. ഏത് ടാൻജൻറ്റിനാണ് സ്ലോപ്പ് കൂടുതലെന്ന് നോക്കുക. ഇവിടുത്തെ ടാൻജൻറ്റിനാണ് സ്ലോപ്പ് കൂടുതൽ, അതുകൊണ്ട് ഈ പോയിന്റിലാണ് ഈ പോയിന്റിനെക്കാട്ടിൽ സ്ലോപ്പ് കൂടുതൽ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം, ഈ കർവിൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വരയ്ക്കുന്ന ടാൻജൻറ്റുകൾ 3 വരുന്നത് കൊണ്ട് സ്ലോപ്പും കൂടി വരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഒരു കർവിനെ സംബന്ധിച്ച്. അപ്പോൾ സ്ലോപ്പ് എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവ് എന്ന് സ്ലോപ്പ് കണ്ടെത്താൻ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ സ്ലോപ്പ് കണ്ടെത്താൻ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഈ പോയിന്റിൽ വളരെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് അതിൽ y കോർഡിനേറ്റ് ഏതാണെന്ന് നോക്കുക, x കോർഡിനേറ്റ് ഏതാണെന്ന് നോക്കുക. y/x കണ്ടെത്താൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കിട്ടും. y കോർഡിനേറ്റ് ഏതാണോ x കോർഡിനേറ്റ് ഏതാണോ സ്ലോപ്പ് കിട്ടും. ഇനി സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ കർവാണെങ്കിൽ ആ കർവിൽ നിങ്ങൾ എന്ത് വരയ്ക്കുക, ഏത് പോയിന്റിലാണോ സ്ലോപ്പ് കണ്ടെത്തുന്നത് ആ പോയിന്റിൽ ഒരു ടാൻജൻറ്റ് വരയ്ക്കുക. ഈ ടാൻജൻറ്റിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിൽ y/x എടുത്താൽ സിമ്പിളായിട്ട് സ്ലോപ്പ് കിട്ടും. അപ്പോൾ സ്ലോപ്പ് കൂടുതൽ ആർക്ക് കുറവാർക്ക് എന്ന് കണ്ടെത്താൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും, സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും എന്ന് നോക്കാം. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്താനായിട്ട് നമ്മൾ കണ്ടെത്തുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ വരച്ചത്. ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ വെലോസിറ്റിയാണ് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ വെലോസിറ്റി എടുത്തിരിക്കുന്നു, ഇവിടെ ടൈം എടുത്തിരിക്കുന്നു. ഇതൊരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തുമ്പോൾ എന്ത് തരുമെന്ന് ചോദിച്ചാൽ, ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെത്തിയാൽ കിട്ടുന്ന ക്വാണ്ടിറ്റി y-ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x-ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റിയാണ് സ്ലോപ്പ്. y-ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x-ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റി. ഇവിടെ ഏതാ y-ആക്സിസിൽ വെലോസിറ്റി, x-ആക്സിൽ ഏതാ ടൈം. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ എന്ത് പറയും, y-ആക്സിസിലെടുത്ത വെലോസിറ്റി ഡിവൈഡഡ് ബൈ x-ആക്സിസിലെടുത്ത ടൈം. വെലോസിറ്റി ബൈ ടൈം എന്താണ്, വെലോസിറ്റി ബൈ ടൈം ആക്സിലറേഷനാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് ആക്സിലറേഷൻ നൽകും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ആണെങ്കിലോ, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അവിടെ y-ആക്സിസ് എടുത്തിരിക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി നൽകും. ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഇവിടെ വർക്കാണ് എടുത്തിരിക്കുന്നത്, ഈ ആക്സിസിൽ വർക്ക് എടുത്തിരിക്കുന്നു, ഈ ആക്സിസിൽ ടൈമും എടുത്ത് ഗ്രാഫ് വരച്ചാൽ വർക്ക് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് നൽകുമെന്ന് കണ്ടുപിടിച്ചാൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, ദാറ്റ് ഈസ് പവർ തരും. അങ്ങനെ ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്ത് നൽകുമെന്ന് ജനറലി ഓർത്തിരിക്കാൻ y-ആക്സിലെടുത്ത ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x-ആക്സിലെടുത്ത ക്വാണ്ടിറ്റി ആയിരിക്കും അതിൻ്റെ സ്ലോപ്പ്. അപ്പോൾ പലപ്പോഴും ചോദിക്കാം, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് നൽകും, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് നൽകും, വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആക്സലറേഷൻ നൽകും. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് നൽകും, സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എടുത്തിരിക്കുന്നെങ്കിൽ യങ്സ് മോഡുലസ്, വോളിയം സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണെങ്കിൽ ബൾക്ക് മോഡുലസ്. അപ്പോൾ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എപ്പോഴും നൽകുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ഏത് ഗ്രാഫിൻ്റെയും സ്ലോപ്പ് എന്ത് നൽകുമെന്ന് കണ്ടുപിടിക്കാൻ y-ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ x-ആക്സിസിലെടുത്ത ക്വാണ്ടിറ്റിയാണ്. ഇനി ഒരു ഗ്രാഫ് വരച്ചാൽ ഗ്രാഫിൻ്റെ അടിയിൽ x-ആക്സിസുമായിട്ട് ആ ഗ്രാഫ് ഉണ്ടാക്കുന്ന ഏരിയ പരിശോധിക്കാം. ഈ ഗ്രാഫിൻ്റെ അടിയിൽ ഈ x-ആക്സിസുമായിട്ട് ഇത് എത്ര ഏരിയ ഉണ്ട്, ഈ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും, അത് കണ്ടുപിടിക്കാനായി y-ആക്സിസിൽ എടുത്തിരിക്കുന്നത് ഏത് ക്വാണ്ടിറ്റി, ഫോർ എക്സാമ്പിൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെന്നിരിക്കട്ടെ, y-ആക്സിസിൽ വെലോസിറ്റി, x-ആക്സിസിൽ ടൈം.
അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ ജനറലി വൈ ആക്സിലെടുത്ത ക്വാണ്ടിറ്റി ഇൻറ്റു എക്സ് ആക്സിലെടുത്ത ക്വാണ്ടിറ്റി. വൈ ആക്സിലെടുത്ത ക്വാണ്ടിറ്റി ഏതാണ്? ഇവിടെ വെലോസിറ്റി. എക്സ് ആക്സിൽ ഏതാണ്? ടൈം. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഏരിയ എന്ത് നൽകുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി ഇൻറ്റു ടൈം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ അടിയിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് നൽകും. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി ബൈ ടൈമായ ആക്സലേഷൻ നൽകും. ഈ വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് തന്നിട്ട് ആ ചലനത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ, ഒരു വസ്തുവിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താണ് നൽകുക? ആക്സിലറേഷനാണ്. അതായത് ഈ ഗ്രാഫിന് ഏത് സമയം നോക്കിയാലും സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എല്ലായിടത്തെയും സ്ലോപ്പ് സെയിമാണ്. എല്ലാ സമയത്തെയും സ്ലോപ്പ് സെയിമാണ്. സ്ലോപ്പ് എന്താ നൽകുന്നത്? വെലോസിറ്റി ബൈ ടൈം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും ഈ വസ്തുവിന് ഒരേ ആക്സലറേഷനാണ്. അതിൻ്റെ അർത്ഥം ഇത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനാണ്. ഇതിൻ്റെ ആക്സലറേഷൻ സെയിമാണ്. ഇനി നോക്കൂ, ഈ പറയുന്ന ആൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഇങ്ങനെ നൽകുന്നു എന്ന് പറഞ്ഞാൽ ഓരോ പോയിന്റിലും സ്ലോപ്പ് വ്യത്യസ്തമാണ്. സ്ലോപ്പ് എന്ത് നൽകും? ആക്സിലറേഷൻ. അപ്പോൾ ഓരോ പോയിന്റിലും സ്ലോപ്പ് വ്യത്യസ്തമാണെങ്കിൽ അർത്ഥം ഓരോ പോയിന്റിലും ആക്സലറേഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് യൂണിഫോം ആക്സലറേഷൻ ആണോ? അല്ലെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ആക്സലറേഷന് സമയം പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? നോക്കൂ, ഓരോ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ സ്ലോപ്പ് നോക്കിയാൽ മതി. ഈ സമയത്തെ സ്ലോപ്പ് ടാൻജൻറ്റ് വരച്ചു, ഈ സമയത്തെ സ്ലോപ്പ് ടാൻജൻറ്റ് വരച്ചു. ഏത് ടാൻജൻറ്റാണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്? ഈ ടാൻജൻറ്റിനാണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും ആക്സലറേഷൻ കൂടുതൽ. അപ്പോൾ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് ആക്സലറേഷൻ കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് നോക്ക്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, ഒരു വസ്തുവിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്താ നൽകുക? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി നൽകും. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റി ഏത് സമയത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് എല്ലാ സമയത്തെയും സ്ലോപ്പ്, എല്ലാ സ്ഥലത്തെയും സ്ലോപ്പ് സെയിമാണ്. ദാറ്റ് ഈസ് എല്ലായിടത്തും ഒരേ വെലോസിറ്റിയാണ്. അതിൻ്റെ അർത്ഥം ഇത് യൂണിഫോം വെലോസിറ്റിയിൽ സഞ്ചരിക്കുന്ന ബോഡിയാണ്. ഏത് പോയിന്റിലെയും വെലോസിറ്റി സെയിമാണ്. ഇനി നോക്ക്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ എല്ലാ സമയത്തും സ്ലോപ്പ് സെയിം അല്ല, വെലോസിറ്റി സെയിം അല്ല. വെലോസിറ്റി സെയിം അല്ല, അതുകൊണ്ട് യൂണിഫോം വെലോസിറ്റി അല്ല. വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് മാറുന്നത്? കൂടുവാണോ കുറയാണോ നോക്ക്. അതുകൊണ്ട് ഈ സമയത്ത് സ്റ്റാർട്ടിങ് സമയത്ത് സ്ലോപ്പ് കണ്ടുപിടിച്ചു. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ. ഇങ്ങോട്ട് പോകുമ്പോൾ ടാൻജൻറ്റ് വരയ്ക്കുന്നത് 3 വരികയാണ്. അതായത് സ്ലോപ്പ് കൂടി വരികയാണ്. സ്ലോപ്പ് കൂടുക എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടി വരികയാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി അല്ലേ നൽകുക എന്ന് പറഞ്ഞാൽ അർത്ഥം സമയം പോകുന്നതിനനുസരിച്ച് സ്ലോപ്പ് കൂടുന്നു. സ്ലോപ്പ് നൽകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം വെലോസിറ്റിയാണ്. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടുന്ന ഒരു മോഷനാണ്. സമയത്തിനനുസരിച്ച് വെലോസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന മോഷനാണ്. ഉദാഹരണം പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇടുന്ന ഒരു കല്ല്, ഫ്രീലി ഫാളിംഗ് ബോഡി. ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ഓരോ നിമിഷവും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണിത്. എങ്കിൽ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കാൻ പറ്റും? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഓർക്കുക, ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്ന സാധനം കോൺസ്റ്റൻ്റ് ആണ്. 9.8 ആണ് ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എല്ലായിടത്തും സെയിം ആയേ പറ്റൂ. കാരണം ആക്സിലറേഷൻ എല്ലായിടത്തും സെയിം ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ത് നൽകും? ആക്സിലറേഷൻ നൽകും. ഈ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ എങ്ങനെയാണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം ഫ്രീലി ഫാളിംഗ് ബോഡിക്ക് കോൺസ്റ്റൻറ്റ് ആക്സലറേഷനാണ്. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ്. ഒറ്റ സ്ലോപ്പേ തരത്തുള്ളൂ. ഇങ്ങനെ സ്ലോപ്പ് റിലേറ്റഡ് ആയിട്ട് എന്ത് വന്നാലും നമ്മളിപ്പോൾ ഈ നമ്മുടെ +1 ഒരുപാട് ഗ്രാഫുകൾ വരച്ചിട്ടുണ്ട്. ആ ഒരുപാട് ഗ്രാഫുകളിലെ ഈ ചാപ്റ്ററിൽ, അതായത് മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് പഠിച്ചു, വെലോസിറ്റി ടൈം ഗ്രാഫ് പഠിച്ചു. ഇനി നിങ്ങൾ ആ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കുന്ന V = U + AT, V² = U² + 2AS, S = UT + ½ AT². ഇത്രയും ഇക്വേഷൻസ് ഗ്രാഫിൽ നിന്ന് ഡെറൈവ് ചെയ്യാൻ പഠിച്ചോണം, നിർബന്ധമായും ചോദിക്കും. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് മീൻ ബൈ വെലോസിറ്റി ടൈം ഗ്രാഫ്, യൂസിങ് വെലോസിറ്റി, അതിൻ്റെ സ്ലോപ്പ് എന്ത് നൽകും, അതിൻ്റെ ഏരിയ എന്ത് നൽകും, അതുപയോഗിച്ച് ഈ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാനുള്ളതായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 75% ചോദിക്കുന്ന ചോദ്യം. ഇതിനെ തുടർന്ന് ഈ ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഗലീലിയൻ ലോ ഓഫ് ഓഡ് നമ്പേഴ്സ്.
സ്റ്റേറ്റ്മെൻറ്റ് പുസ്തകത്തിലുണ്ട്, വായിച്ചോളുക. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയും യൂണിഫോം ആക്സലറേഷനിൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ബോഡി അടുത്തടുത്തുള്ള തുല്യ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ദൂരങ്ങൾ, അവയുടെ റേഷ്യോ 1:2:3:5 ഓഡ് നമ്പറിൻ്റെ റേഷ്യോ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, മോളിൽ നിന്നിട്ട ഒരു കല്ല് റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, യൂണിഫോം ആക്സലറേഷൻ 9.8 m/s² ആണ്. അവ ആദ്യത്തെ ഫോർ എക്സാമ്പിൾ 2 സെക്കൻഡ്, ആദ്യത്തെ 2 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം 5 മീറ്റർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ 1 മീറ്റർ ആണെങ്കിൽ ആദ്യത്തെ 2 സെക്കൻഡിൽ 1 മീറ്റർ സഞ്ചരിച്ചാൽ അടുത്ത 2 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിക്കും. അത് കഴിഞ്ഞുള്ള 2 സെക്കൻഡിൽ 3 മീറ്റർ സഞ്ചരിക്കും. ഇനി ആദ്യത്തെ 5 സെക്കൻഡിൽ 1 മീറ്റർ ആണെങ്കിൽ അത് കഴിഞ്ഞുള്ള 5 സെക്കൻഡിൽ 2 മീറ്റർ ആയിരിക്കും. അത് കഴിഞ്ഞുള്ള മൂന്നാമത്തെ 5 സെക്കൻഡ്, അതായത് 10 മുതൽ 15 വരെയുള്ള സെക്കൻഡിൽ സഞ്ചരിക്കുന്നത് 3 മീറ്റർ ആയിരിക്കും. അതായത് അടുത്തടുത്തുള്ള തുല്യ ഇടവേളകളിൽ സഞ്ചരിക്കുന്ന ദൂരങ്ങളുടെ റേഷ്യോ ഒന്നിൽ തുടങ്ങുന്ന ഓഡ് നമ്പറുകളുടെ റേഷ്യോ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക. പിന്നെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നൊരു കാര്യം ഓർത്തോണം. അവിടെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താ? സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം ബ്രേക്ക് ചെയ്താൽ ആ വാഹനം അന്നേരം തന്നെ നിൽക്കത്തില്ല, നിങ്ങൾക്കറിയാം. കുറച്ച് ദൂരം കൂടെ ട്രാവൽ ചെയ്തിട്ടേ ഡെഡ് സ്റ്റോപ്പ് ആവുകയുള്ളൂ. ബ്രേക്ക് ചെയ്തതിന് ശേഷം എത്ര ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ആ ദൂരത്തെ വിളിക്കുന്ന പേരാണ് ഒരു വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. നല്ല വാഹനമാണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കുറഞ്ഞിരിക്കണം, ബ്രേക്ക് ചെയ്ത് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യുമ്പോഴത്തേന് നിൽക്കണം. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ആശ്രയിച്ചിരിക്കുന്നത് ബ്രേക്ക് ചെയ്യുമ്പം ബ്രേക്ക് വാഹനത്തിന് കൊടുക്കുന്ന ആക്സലറേഷൻ ആണെങ്കിൽ, നല്ല കണ്ടീഷൻ ബ്രേക്ക് ആണെങ്കിൽ ആക്സലറേഷൻ കൂടുതലുണ്ടാവും, നല്ല ബ്രേക്ക് ആണെങ്കിൽ ആക്സലറേഷൻ കൂടുതലുണ്ടാവും. അപ്പോൾ ആ ബ്രേക്ക് ചെയ്യുന്നത് കാരണം വണ്ടിക്ക് കിട്ടുന്ന ഡീസിലറേഷൻ ആണ്. വണ്ടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത ഇപ്പോൾ ആണെങ്കിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം വണ്ടി നിൽക്കുന്ന ദൂരം എസ് എന്ന് പറയുന്നത് u²/2a ആണ്. ഇതാണ് ഒരു വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്ന് പറഞ്ഞാൽ 5 മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം നിൽക്കുന്ന ദൂരത്തിൻ്റെ 4 ഇരട്ടിയായിരിക്കും 10 മീറ്റർ/സെക്കൻഡിൽ ദൂരത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വാഹനം നിൽക്കുന്നത്. ദാറ്റ് ഈസ് ഇരട്ടിയായാൽ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത ഇരട്ടിയായാൽ u² ഇവിടെ വന്നതുകൊണ്ട് നിൽക്കുന്ന ദൂരം അതിൻ്റെ സ്ക്വയറായി മാറും. 2 ഇരട്ടിയാൽ 2ൻ്റെ സ്ക്വയർ 4, 3 ഇരട്ടിയായി വേഗത മാറിയാൽ 3ൻ്റെ സ്ക്വയർ 9 മടങ്ങ് ദൂരം ട്രാവൽ ചെയ്തിട്ടേ നിൽക്കത്തുള്ളൂ. ഇതൊന്ന് ഓർത്തോണം. 2, റിയാക്ഷൻ ടൈമിനെ കുറിച്ച് ഓർത്തോണം. ഒരാൾ ഒരു സംഭവം കണ്ട് സംഭവത്തിനോട് പ്രതികരിക്കാൻ വേണ്ടി ചിന്തിക്കാനും പ്രതികരിക്കാനും എടുക്കുന്ന ഒരു സമയമുണ്ട്, ചെറിയ സമയം. ആ സമയത്തെയാണ് റിയാക്ഷൻ ടൈം എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ഒരു കാര്യമുള്ളത് റിലേറ്റീവ് വെലോസിറ്റിയാണ്. എന്ന് പറയുന്ന വാഹനം ഞാൻ നോക്കുമ്പോൾ എന്ന് പറയുന്ന വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത VA ആണ്. ഞാൻ നോക്കുമ്പോൾ B എന്ന് പറയുന്ന വാഹനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേഗത VB ആണ്. എങ്കിൽ വെലോസിറ്റി ഓഫ് എയുടെ വെലോസിറ്റി ആര് നോക്കുമ്പോൾ? ബി നോക്കുമ്പോൾ. ഞാൻ നോക്കുമ്പോൾ എയുടെ വേഗത VA, ഞാൻ നോക്കുമ്പോൾ ബിയുടെ വേഗത VB. എന്നാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്ന ചലിച്ചുകൊണ്ടിരിക്കുന്ന എ നോക്കുമ്പോൾ ചലിക്കുന്ന വേഗത എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് VA - VB ആണ്. വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറയുന്നത് VB - VA ആണ്. റിലേറ്റീവ് വെലോസിറ്റി. ഇതുമായി ബന്ധപ്പെട്ടൊരു വർക്ക് ഔട്ട് പ്രോബ്ലം പുസ്തകത്തിലുണ്ട്. ഇത്രയും കാര്യം കൂടെ നോക്കുക. ഇതാണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെലോസിറ്റി ടൈം ഗ്രാഫും അതിൻ്റെ 2 സിഗ്നിഫിക്കൻസ് എന്താണ്? സ്ലോപ്പ് ആക്സലറേഷൻ നൽകും, അടിയിലുള്ള ഏരിയ ഡിസ്പ്ലേസ്മെൻറ്റ് നൽകും. 2 അതുപയോഗിച്ചുകൊണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ്റെ ഡെറിവേഷൻ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിൻ്റെ ഡെറിവേഷൻ ചോദിക്കും. അത് കഴിഞ്ഞ് ഈ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള സംഗതിയും റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സംഗതിയും ഓർത്തോണം. ഇപ്പം ഞാൻ ഈ ഗ്രാഫ് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വേറെ ചില ഗ്രാഫും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ആലോചിക്കാം. നമുക്കിപ്പോൾ വർക്ക് എനർജി പവറിൽ മുകളിൽ നിന്ന് താഴേക്കിടുന്ന ഒരു വസ്തു അല്ലെങ്കിൽ താഴ്ന്ന് മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഹൈറ്റിനനുസരിച്ച് വേരി ചെയ്യുന്ന ഒരു ഗ്രാഫ് ഓർത്തോണം. ഇത് ഹൈറ്റാണ്, താഴ്ന്ന് മുകളിലോട്ട് എറിയുകയാണെന്ന് ആലോചിച്ചോളുക. ഞാനിവിടെ എടുക്കാൻ ആദ്യം പോകുന്നത് കൈനറ്റിക് എനർജിയാണ്. എറിയുന്ന സമയത്ത് H0 ആയിട്ടിരിക്കുന്നത്, താഴ്ന്ന് എറിയുന്ന സമയത്താണ് അതിന് ഏറ്റവും അധികം വേഗത. കൈനറ്റിക് എനർജി ഏറ്റവും അധികം ഉള്ളത് അന്നേരമാണ്. മുകളിലോട്ട് പോകുമ്പോൾ വേഗത കുറഞ്ഞു കൈനറ്റിക് എനർജി കുറഞ്ഞ് മാക്സിമം Hലെത്തുമ്പോഴത്തേക്കിന് കൈനറ്റിക് എനർജി കുറഞ്ഞ് 0 ആവുന്നു. ദാറ്റ് ഈസ് ഇത് കൈനറ്റിക് എനർജിയുടെ ഗ്രാഫാണ്. കൈനറ്റിക് എനർജി കുറയുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. എറിയാൻ നേരം തറയുന്നതായതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 0 ആയ മുകളിൽ അറ്റത്തെത്തുമ്പോഴത്തേന് പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിൻ്റെ വേരിയേഷൻ്റെ കർവ് ഇങ്ങനെയാണ്. H കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ എനർജി കൂടും. ടോട്ടൽ എനർജി റിമെയിൻസ് എ കോൺസ്റ്റൻ്റ് ആണ് ഏത് ഉയരത്തിലെത്തുമ്പോൾ. അതുകൊണ്ട് ഇത് ടോട്ടൽ എനർജിയുടെ കർവ്, ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ്, ഇത് കൈനറ്റിക് എനർജിയുടെ കർവ്.
സ്ട്രെയിറ്റ് ലൈനാണ്. ഈ യാത്രയുടെ പകുതി ഹൈറ്റ് എത്തുമ്പോൾ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയും തുല്യമായിരിക്കും. ഇത് ഓർക്കുക, അതൊരു ഗ്രാഫ് അവിടെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രാഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പഠിക്കുന്നത് ഫ്രിക്ഷനകത്തൊരു ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷനകത്ത് ഗ്രാഫ് പഠിച്ച ഏതാ? ഒരു വസ്തു വെച്ചിട്ട് അതിൻ്റെ വസ്തുവിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതിനകത്തുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും, ഇവിടെ അപ്ലൈഡ് ഫോഴ്സ്, ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകണം ഓർക്കാൻ വേണ്ടിയിട്ട്, ഗ്രാഫുകൾ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്ലൈഡ് ഫോഴ്സ് കൂടുന്നതിനനുസരിച്ച് ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടി മാക്സിമമായി പിന്നെ ഒന്ന് കുറഞ്ഞ് കോൺസ്റ്റൻ്റ് ആവും. ഈ മാക്സിമം ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേര് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഈ പറയുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേര് കൈനറ്റിക് ഫ്രിക്ഷൻ. മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള ഫ്രിക്ഷൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വില ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുക. ഇതെല്ലാം സ്റ്റാറ്റിക് ഫ്രിക്ഷനാണ്, മാക്സിമം വില ലിമിറ്റിംഗ്. ഇത് സ്റ്റോർക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്രാഫ് എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാവിറ്റേഷനിൽ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് വെളിയിലേക്ക് പോകുന്നതിനനുസരിച്ച് ജിയുടെ വിലയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ ഒരു ഗ്രാഫ് ഓർത്തോണം. അപ്പോൾ എർത്തിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ദൂരമാണ് ഞാൻ ഈ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് എർത്തിൻ്റെ സെൻറ്റർ. അങ്ങനെ കൂടി എർത്തിൻ്റെ റേഡിയസിലെത്തി. ഇനി എർത്തിൻ്റെ വെളിയിലേക്ക് ചാടുകയാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള ജിയുടെ വേരിയേഷൻ, ഇവിടെ ജിയുടെ വാല്യൂ ആണ് എഴുതാൻ പോകുന്നത്. എർത്തിൻ്റെ സെൻറ്ററിൽ ജിയുടെ വില 0 ആണ്. വെളിയിലോട്ട് പോകുന്നതിനനുസരിച്ച് ജിയുടെ വില കൂടും. എർത്തിൻ്റെ സർഫസിൽ എത്തുമ്പോഴത്തേക്കാണ് ജി അതിൻ്റെ മാക്സിമം വില അറ്റൈൻ ചെയ്യും. വെളിയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകുമ്പോൾ ജിയുടെ വില ഇങ്ങനെ കുറയും. ഈ ഗ്രാഫ് ഓർത്തോണം. സെൻറ്ററിൽ നിന്ന് സർഫസിൽ എത്തുമ്പോൾ ജിയുടെ വില ലീനിയറായിട്ട് കൂടും, പിന്നെ അവിടെ എത്തിയതിന് ശേഷം കുറയും. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ജി ഉള്ളത് സർഫസിലാണ്. ഇതൊരു ഗ്രാഫ്. പിന്നെ നിങ്ങൾ അടുത്ത പുസ്തകത്തിൽ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് പഠിച്ചത് ഓർത്തോണം. ആ ചാപ്റ്ററിൽ അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഗ്രാഫുകളെ മാത്രം ഞാനിത് പരിചയപ്പെടുത്തുകയാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, ഇവിടെ സ്ട്രെയിനും ഇവിടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സുമാണ്. ഇങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവും. ഇങ്ങനെ വന്നു പോകുന്ന ഒരു ഗ്രാഫ്, സ്ട്രെയിറ്റ് ലൈനാണ് കുറേ നേരം. പിന്നെ ഈ ഗ്രാഫ് പഠിച്ചോണം. ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഈ ലീനിയർ റീജിയനിലുള്ള സ്ലോപ്പ് എന്ത് നൽകും? ഈ സ്ലോപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നൽകും. രണ്ട് വസ്തുക്കളുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് തരുക. ഇത് എയുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും ഇത് ബിയുടെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫും. ഇതിൽ ആർക്കാ സ്ലോപ്പ് കൂടുതൽ? എയ്ക്കാണ്. എയ്ക്ക് സ്ലോപ്പ് എന്ത് നൽകും? സ്ട്രെസ് ബൈ സ്ട്രെയിൻ, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി നൽകും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആർക്കാണ് കൂടുതൽ എന്ന് നിങ്ങൾ ചോദിച്ചാൽ വളരെ കൃത്യമായി പറയാൻ പറ്റും. എ എന്ന് പറയുന്ന മെറ്റീരിയലിനായിരിക്കും മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയാൻ പറ്റും. പിന്നെ നിങ്ങളൊരു ഗ്രാഫ് പഠിച്ചത് അടുത്ത ചാപ്റ്ററിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ, അതിനകത്ത് ഗ്രാഫുകളൊന്നുമില്ല. പിന്നെ തെർമോഡൈനാമിക്സ്, തെർമൽ ഫിസിക്സിൽ കുറച്ച് ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. ഓർത്തോണം. എന്തൊക്കെയാണ് ഗ്രാഫ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസിൽ ഒരു ഗ്രാഫ് പഠിച്ചത്, ഇവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്നത് ഒരു വസ്തുവിന് സപ്ലൈ ചെയ്ത ഹീറ്റ് എനർജി. ഇവിടെ നിങ്ങൾ എടുക്കാൻ പോകുന്നത് ആ വസ്തുവിൻ്റെ ടെമ്പറേച്ചർ. മാറ്ററിൻ്റെ സ്റ്റേറ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ടൊരു ഗ്രാഫാണ്. നിങ്ങളുടെ ഗ്രാഫ് പരിചയമുള്ള, ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇത് പഠിപ്പിക്കലല്ല, വിശദീകരിക്കലല്ല, ഓർമ്മിപ്പിക്കാൻ പറയുന്നത് മാത്രം. ഹീറ്റ് എനർജി കൊടുക്കുന്നതിനനുസരിച്ച് ആദ്യം ടെമ്പറേച്ചർ കൂടും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഹീറ്റ് എനർജി വാങ്ങിക്കും, പക്ഷേ ടെമ്പറേച്ചർ കൂടില്ല. എന്ന് പറഞ്ഞാൽ ഇതുവരെ സോളിഡാണ്, സോളിഡ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. കുറേ നേരം ടെമ്പറേച്ചർ അങ്ങനെ തന്നെ ഇരിക്കും, ഫുൾ മെൽറ്റ് ചെയ്ത് തീരുന്നിടം വരെ. വീണ്ടും ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ മെൽറ്റ് ചെയ്ത് തീർന്ന വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ ഉയരും. ടെമ്പറേച്ചർ ഉയർന്ന് ഒരു ഘട്ടം എത്തുമ്പോൾ പിന്നെ ലിക്വിഡിൻ്റെ ടെമ്പറേച്ചർ ഉയരത്തില്ല. ഹീറ്റ് എനർജി വാങ്ങിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ടെമ്പറേച്ചർ ഉയരത്തില്ല. കാരണം അത് ഇവാപ്പറേറ്റ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഫുൾ ഇവാപ്പറേറ്റ് ചെയ്യുന്നിടം വരെ ടെമ്പറേച്ചർ കൂടാതെ കുറച്ച് ഹീറ്റ് എനർജി വാങ്ങിക്കും. പിന്നെ മൊത്തം ഇവാപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഗ്യാസിൻ്റെ അല്ലെങ്കിൽ വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കൂടും. ഇങ്ങനൊരു ഗ്രാഫ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇതിനെ വിളിക്കുന്ന പേര് ആ സോളിഡിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്, ഈ ടെമ്പറേച്ചറിനെ. ഇതിനെ വിളിക്കുന്ന പേര് ആ സോളിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നാണ്, ആ ലിക്വിഡിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്നാണ്. പിന്നെ ഫുള്ള് ബോയിൽ ചെയ്യാൻ വേണ്ടി ഇവിടം വരെ ഫുൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടി അബ്സോർബ് ചെയ്ത ഹീറ്റ് എനർജി, അതാണ്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തപ്പോഴാണ് ഫുൾ മെൽറ്റ് ചെയ്ത് അതിനെ ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് വിളിക്കും. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തപ്പോഴാണ് അത് ഫുള്ള് ഇവാപ്പറേറ്റ് ചെയ്തത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് വിളിക്കും. ഈ ഗ്രാഫ് പഠിച്ചോണം. അപ്പോൾ ഞാൻ ഗ്രാഫ് മാത്രം ഒന്ന് പറയുകയാണ്. പിന്നെ പി വി ഗ്രാഫ് പഠിച്ചിട്ടുണ്ട്. കാർനോട്ട് സൈക്കിളൊക്കെ പഠിച്ചത്. ഒരാക്സിസിൽ പ്രഷറും മറ്റൊരാക്സിസിൽ വോളിയവും എടുത്തുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുന്ന പി വി ഡയഗ്രാം. കാർനോട്ട് സൈക്കിൾ ഇങ്ങനെയുള്ള ഒരു കാർനോട്ട് സൈക്കിൾ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. ഈ കാർനോട്ട് സൈക്കിളുമായി ബന്ധപ്പെട്ട് ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡയബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ, അഡയബാറ്റിക് കംപ്രഷൻ, ഈ ഗ്രാഫ് വരയ്ക്കുന്നുണ്ടാവും. ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താ? ഇതിനകത്തുള്ള ഏരിയ വർക്ക് ഡൺ തരും. പി വി ഡയഗ്രത്തിൻ്റെ അകത്തുള്ള ഏരിയ വർക്ക് ഡൺ തരുന്നുള്ള കാര്യം. ഇതിൻ്റെ അകത്തുള്ള ഏരിയ എന്ത് നൽകുമെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അകത്തുള്ള ഏരിയ നൽകുന്നത് പ്രഷർ ഇൻറ്റു വെലോസിറ്റി ആയിരിക്കുമല്ലോ, അല്ലേ? പ്രഷർ ഇൻറ്റു വെലോസിറ്റി. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയയാണ്. ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ലെങ്ത് ആണ്. ഏരിയയും കട്ട് ചെയ്തു.
അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ലെങ്ത്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് പോലെ വരും. 6 ഡയമെൻഷനാണ് വർക്കാണുള്ളത്. അപ്പം ഏതിൻ്റെയും അടിയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ ഈ ആക്സിസിലെ ഇൻറ്റു ഈ ആക്സിലെ കണ്ടുപിടിച്ചാൽ മതിയാവും. ഇനി ഒരു ഗ്രാഫ് പഠിച്ചിട്ടുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും വേരിയേഷൻ്റെ ഗ്രാഫാണ്. ഇത് മീൻ പൊസിഷനിലെത്തുന്നു. ആടിക്കൊണ്ടിരിക്കുന്ന സിമ്പിൾ പെൻഡുലം മീൻ പൊസിഷനിൽ എത്തിയിരിക്കുന്നു. മീൻ പൊസിഷനിൽ എത്തുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി മാക്സിമമാണ്. 2 അറ്റത്തേക്കും പോകുമ്പോൾ കൈനറ്റിക് എനർജി കുറഞ്ഞ് 2 അറ്റത്ത് എത്തുമ്പോൾ 0 ആകും. ഇത് കൈനറ്റിക് എനർജിയുടെ കർവ്. പൊട്ടൻഷ്യൽ എനർജിയുടെ കർവ് നേരെ തിരിച്ച്, ടോട്ടൽ എനർജിയുടെ കർവ് നേരെ ഇങ്ങനെ. അവിടെ നേരത്തെ നിന്നുള്ളൊരു വ്യത്യാസം, ഒരിക്കലും അങ്ങേ അറ്റത്തെത്തുന്ന ഇത് അങ്ങേ അറ്റത്ത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതിൻ്റെ പകുതി എത്തുമ്പോഴല്ല കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തുല്യമാവുന്ന ഇതൊക്കെ പഠിപ്പിച്ചത് ഓർത്തോണം. A/√2 എത്തുമ്പോഴാണ്. ഇങ്ങനെ ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതിനെ തുടർന്ന് ഓരോ ചാപ്റ്ററിലെയും ഗ്രാഫുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞതും ഓർത്ത് വെച്ചുക. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളത് പറഞ്ഞതാണ്. ഇതൊരു എക്സ്പ്ലനേഷൻ അല്ല, ജസ്റ്റ് ഇത് ഓർത്ത് വെച്ച് പഠിക്കുക. പരീക്ഷയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്കി ചാപ്റ്ററുകൾ അടുത്ത എപ്പിസോഡുകളിൽ. താങ്ക് യു.